കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ താൽക്കാലികമായി അടച്ചു. 400 മീറ്റർ നീളത്തിലാണ് വിള്ളൽ വീണത്. മഴ കനത്താൽ വീണ്ടും വിള്ളൽ വരുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. തിരുവങ്ങൂർ മേൽപ്പാലത്ത് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. പറയൂ സമീർ. മഴ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഉയരുന്ന സാഹചര്യമുണ്ടാകുന്നു. പലയിടങ്ങളിലും വിള്ളൽ വീഴുന്ന സാഹചര്യമുണ്ടാകുന്നു. കോഴിക്കോട് തിരുവാങ്കൂർ മേൽപ്പാലത്തിലാണ് അത്തരത്തിലുള്ള ഒരു വിള്ളൽ വീണിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ വിധത്തിൽ മേൽപ്പാലത്തിൽ 400 മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. അത് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ആ അടച്ചതിൽ തന്നെ അപാകതയുമുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഇവിടങ്ങളിലൊന്നും തന്നെ അടച്ചതൊന്നും കൃത്യമായിട്ടല്ല നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടങ്ങളിലേക്ക് ഇനിയും വെള്ളം വന്നു കഴിഞ്ഞാൽ, മഴ ശക്തമായി കഴിഞ്ഞാൽ ഈ വിള്ളലിലൂടെ വീണ്ടും വെള്ളം താഴേക്കിറങ്ങും. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു അപകട സാധ്യത നിലനിൽക്കുന്നു, ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ വിധത്തിൽ തന്നെ ഏതാനും ഭാഗത്തേക്ക് കൂടി നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഈ അടച്ച വിള്ളൽ വീണ്ടും തുറന്നു വരുന്നു, വീണ്ടും വിള്ളൽ വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നു. പാമ്പ് പോയതുപോലെ ഇങ്ങനെ 400 മീറ്ററോളം നീളത്തിലാണ് ഈ വിധത്തിൽ ഈ മേൽപ്പാലത്തിൽ വിള്ളൽ വീണിരിക്കുന്നത്. അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. മഴ കനക്കുകയാണ് എങ്കിൽ ഇനിയും ഈ വിള്ളൽ കൂടുതൽ വലുതാവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഡ്രൈനേജ് സംവിധാനം, അതായത് വെള്ളം ഈ പാലത്തിൽ നിന്ന് താഴേക്ക് പോകാത്തതാണ് ഇത്തരം വിള്ളൽ വീഴുന്നതിന് കാരണമാവുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരും വലിയൊരു ആശങ്കയിലാണ്. ഈ മേൽപ്പാലത്തിന് തൊട്ട് 2 ഭാഗങ്ങളായിക്കൊണ്ട് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ വിള്ളൽ വീഴുന്നു, അത് താൽക്കാലികമായി അടച്ചു. പക്ഷേ അവിടെ വീണ്ടും വിള്ളൽ വീഴുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആകെ വലിയൊരു പ്രതീക്ഷയാണ് ഈ നാഷണൽ ഹൈവേയുടെ വികസനം. ഒരുപാട് കാലമായി ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനമൊക്കെ പൂർത്തീകരിച്ചിട്ട്, പക്ഷേ വർക്ക് തുടങ്ങുന്നില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഇവിടെ വർക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ വീണ്ടും ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ള അദാനി ഗ്രൂപ്പാണ്. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഭാഗം വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ അടുത്ത് നിന്ന് സബ് കോൺട്രാക്ട് എടുത്ത ടീമാണ് വകാട് എന്ന് പറയുന്നത്. അവരുടെ നിർമ്മാണത്തിൽ നേരത്തെ തന്നെ നമ്മൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ നേരത്തെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു, ഒരു സ്ത്രീ മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ സമയത്ത് ഇവരുടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഇൻഷുറൻസ് പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നേരത്തെ CPM നേതൃത്വത്തിൽ ഇവിടെ റോഡിന് വീതിയില്ലാത്ത, സർവീസ് റോഡിന് വീതിയില്ലാത്ത പ്രശ്നം, ഡ്രൈനേജിൻ്റെ പ്രശ്നം, മറ്റു പല പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാപ്പകൽ സമരം NHAIയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടുള്ളതാണ്. ഇവരുടെ വർക്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കകൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വിള്ളൽ വീണതും ഇപ്പോൾ നിർമ്മാണത്തിലെ അപാകതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിള്ളൽ വീണത് കൃത്യമായ പരിശോധന ഇല്ലാതെ നടത്തിയിട്ടുള്ള നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു മഴയുടെ തുടക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് ഇതുവരെ ഈ റോഡിലൂടെ വാഹനം ഓടിയിട്ടില്ല. വാഹനം ഓടുന്നതിന് മുന്നെയാണ് എന്താകുന്നത് ഈ വിള്ളൽ കാണുന്നത്. അപ്പോൾ വാഹനം ഓടിയാൽ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ പരിശോധന നടത്തിയിട്ട് മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതാകെ 12 മണിക്കൂർ മാത്രമേ മഴ പെയ്തുള്ളൂ. അപ്പോഴത്തേക്കാണ് ഈ വിള്ളൽ വന്നത്. ഇനി ഭാരമുള്ള വാഹനങ്ങൾ പോയാൽ ഇതിലും ബുദ്ധിമുട്ടായിരിക്കും. ഇതിലും വെള്ളം ഇറങ്ങിയിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ ഒരു ആശങ്ക. അതാണ് നാട്ടുകാരുടെ ഒരു ആശങ്ക. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മഴ പെയ്തപ്പോഴേക്കാണ് ഈ വിധത്തിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ മഴ ശക്തമാവുന്നു, അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുക കൂടി ചെയ്യുന്ന സംഭവത്ത് വലിയ അപകടത്തിനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്.